നമസ്കാരം. ആരോ വിഷനിലേക്ക് സ്വാഗതം. ഇറാനിൽ വീണ്ടും അമേരിക്കയുടെ ശക്തമായ ആക്രമണം. തെക്കൻ ഇറാൻ നഗരങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു അമേരിക്കയുടെ വ്യോമാക്രമണം. ഹോർമുസിൽ US-ന്റെ അപ്പാച്ചെ ഹെലികോപ്റ്റർ തകർത്ത് വീഴ്ത്തിയതിനുള്ള മറുപടിയായാണ് അമേരിക്കയുടെ ഈ നീക്കം. ഇറാന്റെ വ്യോമ പ്രതിരോധ റഡാർ സംവിധാനങ്ങൾ തകർത്തെന്ന് അമേരിക്കൻ സൈന്യം അറിയിച്ചു. എന്നാൽ ഒരു ആക്രമണത്തിനും മറുപടി നൽകാതെ വിടില്ലെന്ന് ഇറാനും വ്യക്തമാക്കി. അതേസമയം ഇറാൻ അതിർത്തിക്ക് സമീപമുള്ള വിദേശ സേനകൾക്ക് ഇറാൻ മുന്നറിയിപ്പ് നൽകി. സൈനിക സേനകളുടെ സാന്നിധ്യം അവർക്ക് തന്നെ ഭീഷണിയാണെന്നും നിരന്തരമായ സുരക്ഷാ ഭീഷണി ഉള്ളതിനാൽ അപകടത്തിൽപ്പെട്ടേക്കാമെന്നുമാണ് ഇറാന്റെ മുന്നറിയിപ്പ്. വിദേശ സേനകൾ മേഖല വിടണമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. അപകട സാധ്യത കുറയ്ക്കുന്നതിനുള്ള ഏറ്റവും നല്ല പരിഹാരം അവർ ഇവിടെ നിന്നും പിൻവാങ്ങുക എന്നതാണ്. ഞങ്ങൾ നയതന്ത്ര തലത്തിലുള്ള പ്രശ്ന പരിഹാരത്തിനാണ് മുൻഗണന നൽകുന്നത്. എന്നാൽ ഈ നയതന്ത്രമല്ലാതെ മറ്റു ഭാഷകളും ഞങ്ങൾക്ക് വഴങ്ങുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അറഗാച്ചി വ്യക്തമാക്കി. അതേസമയം ഇറാനുമായി മുമ്പത്തേക്കാൾ മികച്ച ധാരണ ഉടനെ ഉണ്ടാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ഇറാനും ഇസ്രയേലും വെടിനിർത്തിയതിനാൽ സ്ഥിതി ശാന്തമാകുമെന്നും ട്രംപ് പറഞ്ഞു. ഇറാനും ഇസ്രയേലും വെടിനിർത്തുമെന്ന് ട്രംപ് പറഞ്ഞതിന് പിന്നാലെ ഇറാനിൽ മാരകമായ ആക്രമണത്തിന് വ്യോമസേന ഒരുങ്ങിയിരുന്നു. ചിലയിടങ്ങളിൽ ആക്രമിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. രാഷ്ട്രീയ തീരുമാനത്തെ തുടർന്ന് പിന്നീട് അത് ബാക്കി ആക്രമണങ്ങൾ മാറ്റിവെച്ചതായും പറയുന്നു. ഇറാനിലെ ആക്രമണവുമായി മുന്നോട്ട് പോകുന്നതിൽ തെറ്റില്ലെന്നും പക്ഷേ പിന്നീട് അങ്ങോട്ടും ഒറ്റയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയതായാണ് റിപ്പോർട്ടുകൾ. ഇറാനും അപ്രതീക്ഷിതമായാണ് ഇസ്രയേലിനുള്ള തിരിച്ചടി അവസാനിച്ചതായി പ്രഖ്യാപിച്ചത്. ബറാക്ക് ഒബാമയുടേതിനേക്കാൾ നല്ല കരാർ ഇറാനുമായി ഉടനെന്നാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. പക്ഷേ ഒരു ഭാഗത്ത് ചർച്ചകൾ വരുമെന്നും കരാർ വരുമെന്നും ട്രംപ് പറയുകയും അതിനെ തുടർന്ന് അടുത്ത ദിവസം അല്ലെങ്കിൽ മണിക്കൂറുകൾ കഴിയുമ്പോൾ അതിനെ മാറ്റി ഇറാന് ശക്തമായ താക്കീതോ അല്ലെങ്കിൽ ആക്രമണം ഉടൻ ഉണ്ടാക്കുമെന്ന ഭീഷണിയാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രംപ് പറയുന്നത് ഇപ്പോൾ ലോക മാധ്യമങ്ങൾ മാത്രമല്ല ലോക സമൂഹം തന്നെ അത് മുഖവിലയ്ക്കെടുക്കുന്നില്ല. കാരണം ട്രംപ് എന്താണ് പറയുന്നതെന്നും തൊട്ടടുത്ത നിമിഷം എന്താണ് പ്രവർത്തിക്കാൻ പോകുന്നതെന്നും ആർക്കും ഒരിക്കലും അത് നിർവചിക്കാൻ സാധ്യമല്ല. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന ഒരു ഭാഗത്ത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. ഇരു രാജ്യങ്ങളും കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും പരസ്പരം ആക്രമിക്കാതെ മാറി നിൽക്കുമെന്ന് വളരെ നല്ലൊരു കരാറിന്റെ അവസാന ഘട്ടത്തിലാണ് കാര്യങ്ങളെന്നും ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. യുദ്ധം തുടങ്ങി ഒരു മാസത്തിനുള്ളിൽ തന്നെ സമാധാന ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് ട്രംപ് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഒരു കരാറിലെത്താൻ ഇറാൻ അതീവ താൽപ്പര്യം കാണിക്കുന്നുണ്ടെന്നും അവർ ഒരു കാരണമായി യാചിക്കുകയാണെന്നും വിവിധ ഘട്ടങ്ങളിൽ ട്രംപ് പരസ്യമായി പറയുകയുണ്ടായി. വെടിനിർത്തലിലേക്ക് നയിച്ച കാലയളവിനുള്ളിൽ സോഷ്യൽ മീഡിയയിലൂടെയും പൊതുപരിപാടികളിലൂടെയും കുറഞ്ഞത് 37 തവണയെങ്കിലും ട്രംപ് ഇത്തരം പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ടെന്ന് മറ്റൊരു വാർത്താ ഏജൻസി ചൂണ്ടിക്കാണിക്കുന്നു. മാർച്ച് അവസാനത്തോടെ ഇറാൻ കരാറിനായി യാചിക്കുകയാണെന്ന് അവകാശപ്പെട്ട ട്രംപ് ഏപ്രിൽ 7-ന് 2 ആഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തലും പ്രഖ്യാപിച്ചിരുന്നു. തുടർന്ന് മെയ് മാസത്തിലും ചർച്ചകൾ അവസാന ഘട്ടത്തിലാണെന്നും യുദ്ധം അവസാനിക്കാൻ അധികം സമയമില്ലെന്നും അദ്ദേഹം ആവർത്തിച്ചു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഞായറാഴ്ചയും ഇരുപക്ഷവും കരാറിനോട് വളരെ അടുപ്പത്തിലാണെന്ന് ട്രംപ് സൂചിപ്പിച്ചിരുന്നു. എന്നാൽ കൂടുതൽ സൈനിക നടപടികളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ട്രംപ് പരസ്യമായി ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഇസ്രായേൽ സൈന്യം ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ വീണ്ടും ആക്രമണം നടത്തി. ഇത് ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള നിലവിലെ ചർച്ചകളെയും ദുർബലമായ വെടിനിർത്തൽ സാധ്യതകളെയും കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ അമേരിക്കയും ഇസ്രയേലും ഒരുമിച്ചായിരുന്നെങ്കിലും ഇപ്പോൾ ട്രംപ് പറയുന്നത് ഇസ്രയേൽ അനുസരിക്കുന്നില്ല. നെതന്യാഹു എടുക്കുന്ന തീരുമാനങ്ങൾ ട്രംപിനോട് ആലോചിക്കുന്നില്ല. ട്രംപ് പറയുന്ന ഒന്നും നെതന്യാഹു ഉൾക്കൊള്ളുന്നില്ല. നെതന്യാഹുവിൻ്റെ ലക്ഷ്യം ഇറാനെ പരിപൂർണമായി നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഇസ്രയേലിൻ്റെ ആക്രമണമാണ് ഇപ്പോൾ കരാർ ചർച്ചകൾ വീണ്ടും പാതിവഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടതുപോലെ ആ സ്ഥിതിയിൽ എത്തി നിൽക്കുന്നത്. എന്തായാലും കൂടുതൽ വാർത്തകൾ നമുക്ക് വീണ്ടും അറിയാം. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.